മോഹൻലാൽ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു സ്റ്റാർഡത്തേക്ക് ഒന്ന് കേറ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഓഡിയൻസിനെ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്തത്. ഇതുവരെ അദ്ദേഹത്തിന് ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ട്രാക്സ് വന്നിട്ടില്ല. വേണു കൂടുതൽ കോൺഫിഡൻസോടുകൂടി സന്തോഷിനെ ചില ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് വിടുന്ന കണ്ടപ്പോഴാണ് ഞാൻ സന്തോഷിനെ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം വേണു പൊതുവെ അങ്ങനെ മറ്റാരെയും ജോലി ഏൽപ്പിക്കാറില്ല. പക്ഷേ നമ്മളാരും അന്ന് ഇത് ചെയ്യുമ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷം ഇത് ഇങ്ങനെ ഒരു പബ്ലിക് ഒരു ഒരു സ്ക്രീനിങ്ങിലേക്കോ ഒരു തിയേറ്ററിലേക്കോ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ. നമ്മൾ അന്നത്തെ കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. ഈ യന്ത്രോ മഹാനുഭാവലു വരുന്നത് ലാലു വന്ന ശേഷമാണ്. അതിനുമുമ്പ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പം അതിനുവേണ്ടി താടി വളർത്തുന്നുണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനുള്ള ഡയറ്റൊക്കെ ചെയ്തു. പിന്നെ ലൊക്കേഷനിൽ വരുമ്പോഴും അദ്ദേഹം ഒരു പാൽക്കഞ്ഞി മാത്രമേ കുടിച്ചുകൊണ്ടിരുന്നത്. അതൊരു നമുക്കൊക്കെ കിട്ടുക ശിക്ഷ. ഹലോ സെബി സാർ, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. സാറിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് അച്ചീവ്മെൻറ്റ്സിൻ്റെ കൂടെ ഒരു പുതിയൊരു അച്ചീവ്മെൻ്റ് കൂടെ വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിരിക്കും. ഒരു പരാജയപ്പെട്ട സിനിമ റിലീസ് ചെയ്തു, അത് വലിയൊരു സക്സസ്സായി മാറിയിരിക്കുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ആദ്യത്തെ ദിവസം PVRൽ ഏറ്റവും ബാക്കിലിരുന്നുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അത് ഏറ്റവും ഫ്രണ്ടിലത്തെ റോയിലിരുന്ന് കണ്ടു. 2 തവണയും ബോറടിക്കാതെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കണ്ടു സാർ. അപ്പോൾ എന്താണ് സാറിൻ്റെ ഫീലിംഗ് ഇപ്പോൾ? വളരെ സന്തോഷമല്ലേ, കാരണം ഇത് നമ്മളൊരു 4 പതിറ്റാണ്ട് കൊണ്ട് നടന്നൊരു കഥയല്ലേ. ആദ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അത് പിന്നെ ഒരു 18 വർഷം കഴിഞ്ഞപ്പോൾ അത് ആദ്യം ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ പോലും അതൊരു ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ഒരു 24 വർഷത്തെ കാത്തിരിപ്പാണ് നമുക്ക് നമ്മളുടെ ചിന്തകൾ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രയും കാലം എടുത്തു. എപ്പോഴാണ് ഇതിങ്ങനെ ഒരു റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു സാധ്യതയുണ്ട്, ഇതിൻ്റെ പ്രിൻ്റ് അവൈലബിൾ ആണെന്നൊക്കെ ഉള്ളൊരു ഒരു ഇനീഷ്യേഷൻ എപ്പോഴാണ് വരുന്നത്? അതൊരു എനിക്ക് തോന്നുന്നൊരു 6-7 മാസം മുമ്പായിരിക്കും. ഞാനതിനകത്ത് എൻ്റെ ഒരു ഇനീഷ്യൽ ഒരു തോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഞാനത് ഈ 2000 ഈ സിനിമ ഫെയിലറായി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്നൊന്നും ഞാൻ റിക്കവർ ചെയ്തൊക്കെ വന്നപ്പോഴത്തേട്ടുള്ള എൻ്റെ ഒരു ചിന്ത, ഇതും മറ്റേതെങ്കിലും ഭാഷയിൽ ചെയ്ത് ഞാനത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആ ഒരു ചിന്ത തെറ്റായിരുന്നില്ല, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു റിജക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് മലയാളത്തിൽ ഇനി അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റേതെങ്കിലും ഭാഷയിൽ അത് ചെയ്യണം. കഴിയുമെങ്കിൽ അത് ഹിന്ദിയിൽ ചെയ്യണം. അതൊരു എവിടെയും ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാവുന്നൊരു കഥയായതുകൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാകുന്ന ഒരു 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 ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ അത് ചെയ്യാം. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരു ഓൾമോസ്റ്റ് അവരതിൻ്റെ ഒരു ആദ്യഘട്ടം കളറിങ്ങിൻ്റെ അല്ലെങ്കിൽ റീമാസ്റ്ററിങ്ങിൻ്റെയൊക്കെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എന്നെ അറിയിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പോയി കണ്ടു. ഞാൻ കണ്ടപ്പോഴാണ് ഞാനൊരു എഡിറ്റ് വേണമെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ മറ്റേ 4K അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു മൊത്തമായ പ്രോസസ്സിലേക്ക് അവരെത്തുകയും വളരെ പെട്ടെന്ന് അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞല്ലോ സാർ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് ജഗതി ചേട്ടൻ്റെ സീനുകളാണ് കൂടുതൽ പോയിരിക്കുന്നത്. പിന്നെ കുറച്ച് ആക്ഷൻ സീനുകൾ. ജഗതി ചേട്ടൻ്റെ സീനുകൾ നമുക്ക് ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി സീക്വൻസുകളാണ്. കഥയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്നാൽ പോലും എവിടേക്കോ കഥയായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു? ഇല്ല, ഇത് ആദ്യത്തെ തോട്ടിലുണ്ടായിരുന്നൊരു ട്രാക്കല്ല. അത് അങ്ങനൊരു ക്യാരക്ടറിലായിരുന്നു. ഇത് മോഹൻലാൽ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു സ്റ്റാർഡത്തേക്ക് ഒന്ന് കേറ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഓഡിയൻസിനെ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് നറേഷനായിരുന്നു സ്റ്റോറിയുടെ. അപ്പോൾ അങ്ങനെ ശരിക്കും അതൊരു ഞങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണെന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. ഒരു ഓഡിയൻസ് അന്ന് ഇതില്ലായിരുന്നു, ചിലപ്പോൾ സ്വീകരിച്ചു പോയേനെ. എനിവേ അതൊരു കഥ പറച്ചിലിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അത് മാറ്റി നിർത്തിയാലും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സാറിന് കിട്ടിയിരുന്നു? ഫീഡ്ബാക്കിന് മുമ്പ് എനിക്ക് തന്നെ അറിയാമായിരുന്നു അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്.
ആക്ഷൻ സീക്വൻസ് ഉണ്ട് ആദ്യം. അപ്പോൾ ഇതൊക്കെ മോഹൻലാൽ എന്ന് പറയുന്നൊരു സ്റ്റാറിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ഒരു ഓഡിയൻസിൻ്റെ ഒരു താല്പര്യങ്ങൾ, കാരണം നരസിംഹം പോലെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ വളരെ സോബറായിട്ടുള്ള ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചു അതൊരു ബൗൺസ് ബാക്ക് ചെയ്യുന്നൊരു അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നൊക്കെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് അതിനെയും കൂടെ നമ്മൾ ശരിക്കും മോഹൻലാൽ ഇതിനകത്ത് നമ്മുടെ ആദ്യ ചിന്തകളിലൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. പിന്നെ ഒരു യാദൃശ്യമായിട്ട് അദ്ദേഹം ഇതിനകത്തേക്ക് വന്ന് ചേർന്ന് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് കഥ കേട്ടപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഒരു കഥ കേൾക്കാനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പുള്ളിയെ ഇങ്ങോട്ട് ഓഫർ ചെയ്തതാണ്. അത് റെഫ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കഴിഞ്ഞില്ല. അപ്പം ആ പ്രഷർ നമ്മളിലേക്ക് വന്നു, പിന്നെ അതിന് വേണ്ടി ചെയ്യേണ്ടി വന്നു. അപ്പം അത് അന്നും നമുക്ക് ഞാനും രഘുനാഥ് പലേരിയും ഈ കഥയുമായിട്ട് ആ സമയത്ത് ഒരു 18 വർഷം സഞ്ചരിച്ചതാണ്. നമുക്കൊരിക്കലും ഈ ഒരു രീതിയിലല്ല അതിനെ നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ചില കഥ പറയാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൂടെ അതിനകത്ത് ചേർത്ത് വെച്ചു. ഇപ്പോൾ പലരും പറയാറുണ്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ സീനുകൾ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ തമാശ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതല്ല, ആ എഡിറ്റ് കൃത്യമാണെന്ന് പറയുന്നവരുണ്ട്. എഡിറ്റ് കൃത്യമാണെന്ന് പറയുന്നവരാണ് കൂടുതലുള്ളത്. മറ്റുള്ളവർ ഈ തമാശ എന്ന രീതിയിൽ അതിനെ തമാശ ഇൻഡിവിജ്വലി കാണാൻ താല്പര്യമുള്ളത് സിനിമയുടെ ഒരു ഫ്ലോയുടെ ഇതിനകത്തൊരു ഇതിൻ്റെ റിവ്യൂസൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞൊരു കമൻറ്റ് അങ്ങനെ അത് കാണണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്, അതുകൊണ്ട് ആസ്വദിച്ചോളൂ. അല്ലെങ്കിൽ തിരിച്ചത് എഡിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴതിനും നമ്മൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാണ്. അത് കൂടാതെ ഇപ്പോൾ 1-2 സീക്വൻസുകളിൽ ഇപ്പോൾ മഹേശ്വറിൻ്റെ പേര് കണ്ടെത്തിയത് ജനാർദ്ദൻ സാർ പറയുന്നൊരു സീനും, പിന്നെ പട്ടികളുടെ ശബ്ദത്തിനെ പറ്റി അത് ശബ്ദം മാത്രമാണെന്ന് ലാൽ സാർ പറയുന്നൊരു സീനും, അതും ഈ കൂട്ടത്തിൽ എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതെന്താന്ന് വെച്ചാൽ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഹിൻസൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അത് മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി നമ്മൾ ഒരു മിക്സ്ഡ് ട്രാക്കിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടും മ്യൂസിക്കും ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട്, ഡയലോഗ്സും മ്യൂസിക്കും ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഷാർപ്പ് കട്ട് സാധ്യമാകത്തില്ല. മൊത്തത്തിലൊരു സീക്വൻസ് എടുത്ത് മാറ്റുക, ഒരു സീക്വൻസ് ആയിട്ട് എടുത്ത് മാറ്റാം. പിന്നെ മ്യൂസിക് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സും മ്യൂസിക്കായിട്ട് മിക്സ് ചെയ്ത് അത് കിടക്കുന്ന ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ഒന്ന് ഫേഡ് ഔട്ടൊക്കെ ചെയ്യാം. അല്ലാതെ ഡയലോഗ്സിൻ്റെ ഇടയ്ക്കൊന്നും എടുത്ത് മാറ്റാൻ കഴിയത്തില്ല. ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാമായിരുന്നു അങ്ങനത്തെ ഒരു ഹിൻസൊക്കെ പോകുന്നുണ്ടെന്ന്. പക്ഷേ ബേസിക്കലി ഈ കഥ കണ്ടവരാണ്, ഈ സിനിമ കാണാൻ വരുന്നവരെല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ട്, അതിൻ്റെ കഥയെ അറിയാം. അവർക്ക് കഥയേക്കാൾ കൂടുതൽ ഈ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. കഥ അറിയാത്തവരാരും ഒരു 90% ആൾക്കാരും ഇത് എവിടെയെങ്കിലും ഫോർമാറ്റിൽ കണ്ടിട്ടുണ്ട്. പണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം കഥ ഒരു പ്രശ്നമായിരുന്നില്ല. അത് കൊടുക്കുന്ന ആ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ഫീലാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അത്തരം ചെറിയ ഹിൻസൊക്കെ കഥ മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അങ്ങനെ കഥ മനസ്സിലാകാതിരിക്കുന്ന പ്രശ്നമില്ല. ഒരു ഫസ്റ്റ് ടൈം ഓഡിയൻ ആണെങ്കിൽ ചിലപ്പോൾ ചില ഹിൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. ഇപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ 2 പേർക്ക് ഒരു ട്രിബ്യൂട്ട് കാണിക്കുന്നുണ്ട്, മുരളിച്ചേട്ടനും എച്ച് ശ്രീധർ സാറിനും. ഇപ്പം എച്ച് ശ്രീധർ നമുക്കറിയാം AR റഹ്മാൻ വന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ചൊരു സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് DTS മിക്സിങ് ചെയ്തിരുന്നത്. ഇപ്പോഴും ഇതിൽ ഇപ്പോൾ എനിക്കൊന്ന് ബാക്കി റീ റിലീസൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്നേന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ അന്ന് കേട്ടതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എച്ച് ശ്രീധറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമായിരുന്നു? ഇതിൻ്റെ ഒരു ഫൈനൽ മിക്സിൻ്റെ സമയത്ത് അതിൻ്റെ ട്രാക്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ്ലി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ടില്ല. എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റ്സൊക്കെ തന്നെയാണ് ട്രാക്സൊക്കെ അവർ അത്തരം റെക്കോർഡിങ്സൊക്കെ നടത്തിയത് അവരാണ്. ആ ട്രാക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ ആ ഫൈനൽ മിക്സിന് മാത്രമായിരുന്നു. ഫൈനൽ മിക്സിനിരിക്കുമ്പോഴത്തേക്ക് അന്ന് ശ്രീധരൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ട്രാക്സ് വന്നിട്ടില്ല. അത് ഇതുവരെ ചെയ്ത സിനിമകൾക്കോ ഒന്നിനും, അല്ലെങ്കിൽ ഈവൻ പാട്ടുകൾക്ക് പോലും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ട്രാക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. എഫക്ട്സ് ട്രാക്കായാലും മ്യൂസിക് ട്രാക്കായാലും ഒരുപോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര താല്പര്യത്തോടുകൂടിയാണ് ഇത് ചെയ്തത്. അത് രാത്രിയും പകലും ഇല്ലാതെ അവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന് പോകാതെ തന്നെ ഇരുന്ന് പലപ്പോഴും രാത്രിയോളം നീണ്ടുപോയി അത് ചെയ്യുന്നത് ഒരു വല്ലാത്ത പാഷനോടെയാണ്. ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ്, അതിൻ്റെ ഒരു ഔട്ട് ഗംഭീരമായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് അപ്പോഴേ അറിയാമായിരുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ കൂടെ നിന്നത്. ഇത് എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വളരെ എന്നെയും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഈ വിഷ്വലും ഈ സൗണ്ട് ക്വാളിറ്റി ഇത്രയും നന്നായിട്ട് അക്കാലത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ സന്തോഷ് തുണ്ടിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു തുടങ്ങിയ സാറിൻ്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് പോയി ഹിന്ദിയിൽ കുച്ച് കുച്ച് ഹോത്തായ പോലെ വലിയ സിനിമ ചെയ്യുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് ദേവദൂതനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ബഡ്ജറ്റേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ദേവദൂതൻ. പക്ഷേ അതിനേക്കാളും മികച്ച ഇന്നും നമുക്ക് കണ്ടെടുക്കാൻ തോന്നാത്ത അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. അതേപോലെ തന്നെ കോസ്റ്റ്യൂംസും സിനിമയുടെ അന്ന് കണ്ടിരുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലുള്ള കോസ്റ്റ്യൂംസേ അല്ല ഈ സിനിമയിൽ. എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ഒരു വിഷ്വൽ അപ്രോച്ച് അന്ന് സാറ് ഏറ്റെടുത്തത്? സന്തോഷ് എൻ്റെ കൂടെയാണ് ആദ്യം ചെയ്യുന്നത്. സന്തോഷ് പ്രണയവർണ്ണങ്ങൾ ആ മൂവിയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് സന്തോഷ് വേണുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണു എൻ്റെ കൂടെ ചെയ്ത സമയത്ത് സന്തോഷിനെ എനിക്കറിയാം. വേണു കൂടുതൽ കോൺഫിഡൻസോടുകൂടി സന്തോഷിനെ ചില ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് വിടുന്ന കണ്ടപ്പോഴാണ് ഞാൻ സന്തോഷിനെ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം വേണു പൊതുവെ അങ്ങനെ മറ്റാരെയും ജോലി ഏൽപ്പിക്കാറില്ല. പക്ഷേ ചില സമയത്ത് സന്തോഷം അത് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ചില സീനുകളൊക്കെ എടുക്കാനായിട്ട് വിട്ടുകൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഇയാളെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ പടയവർണ്ണങ്ങൾ വന്നപ്പോൾ ഞാനിങ്ങനെ സന്തോഷിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ്. അത് ചെയ്തൊരു 2 ആഴ്ച 3 ആഴ്ച അദ്ദേഹം ഷൂട്ട് ചെയ്തപ്പോഴേക്കും ഈ കരൺ ജോഹറിൻ്റെ വിളി വന്നു. അദ്ദേഹം ആ കുച്ച് കുച്ച് ഹോത്തായിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന രാജീവ് രവിയും പ്രകാശ് കുട്ടി എന്നൊക്കെ പറയുന്ന അവരാണ് പിന്നെ പ്രണയങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ വീണ്ടും ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഇതിൻ്റെ ഇതൊരു പ്രോജക്റ്റായി ഡെവലപ്പ് ആകുന്നു എന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം വന്ന സമയത്ത് സന്തോഷമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലൈറ്റിംഗ് പാറ്റേണൊക്കെ ഭയങ്കര അതുവരെ നമ്മൾ കാണാത്ത രീതിയിൽ അതിനൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു അത്. അപ്പോൾ സന്തോഷ് വാസ് ദെയർ. പിന്നെ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയെ പറ്റിയും നമുക്ക് വളരെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ഏരിയയെക്കുറിച്ചും എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. ഫോട്ടോഗ്രാഫി ആയാലും ആർട്ട് ഡയറക്ഷൻ ആയാലും കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം നമുക്ക് വളരെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മളതിലേക്ക് കൊണ്ടുവന്നത്. ആർട്ട് ഡയറക്ഷനിൽ മാത്രം ആദ്യം പ്രകാശ് മൂർത്തിനെയാണ് കൊണ്ടുവന്നത്. പ്രകാശ് മൂർത്തിയെ കൊണ്ടുവരാൻ കാരണം ബേസിക്കായിട്ട് ഈ 7 ബെൽസിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്, ശില്പങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതായിരുന്നു. അദ്ദേഹം അത് ചെയ്യുക. അതിൻ്റെ ബേസിക് സ്കെച്ചൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഒരു റെഗുലർ ഫിലിം ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അത്ര ഇൻവോൾവ് ആയിട്ട് ചെയ്ത പടങ്ങൾ കുറവ്. അങ്ങനെ വളരെ ചെറിയ പ്രോജക്ട്സിലൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇത് ഇച്ചിരി വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ടും നമ്മുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് വളരെ പെട്ടെന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. പെട്ടെന്ന് മാറ്റേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഒരു ടെമ്പർമെൻറ്റ് അനുസരിച്ച് അത്തരം നമ്മുടെ കൂടെ ഓടിയെത്താൻ പലപ്പോഴും കഴിയാതെ വരും. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ മുത്തുരാജിലേക്ക് എത്തുന്നത്. മുത്തുരാജ് വന്നതോടുകൂടി നമുക്ക് മുത്തുരാജ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വലിയ പടങ്ങൾ ചെയ്തു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ 7 ബെൽസിൻ്റെ സ്ട്രക്ചർ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ബേസിക് സ്ട്രക്ചർ പ്രകാശ് മൂർത്തി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫങ്ഷണൽ മോഡിലേക്ക് അതിനെ കൊണ്ടുവന്നത് മുത്തുരാജാണ്. കാരണം അത് വർക്ക് ചെയ്യുകയും അത് എങ്ങനെയാണത് അതിൻ്റെ ബെല്ലോസൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഈ മൊത്തം ഈ മണി അടിക്കുന്നതിനൊക്കെയുള്ള അതിൻ്റെയൊക്കെയുള്ള ടെക്നിക്സൊക്കെ കൊണ്ടുവന്നത് മുത്തുരാജാണ്. പിന്നെ അഡീഷണലായിട്ട് കുറേ സെറ്റ്സ് ആവശ്യം വന്നു. ഈ ബേസിക്കായിട്ടുള്ള ആ ചാപ്പലിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്തത് പ്രകാശ് മൂർത്തി ആണെങ്കിലും പിന്നീട് ആ സയൻസ് ലാബും ലൈബ്രറിയൊക്കെ പറയുന്ന അത് പൂർണ്ണമായിട്ടൊരു സെറ്റാണ്. ആ കോളേജ് കാരണം എനിക്ക് ഈ ലൈബ്രറിയിൽ നിന്നുള്ള ഈ സ്കെൽട്ടൺ ഇരിക്കുന്ന മുറിയിൽ നിന്നും ഇയാൾ താമസിക്കുന്ന റൂമിലേക്ക് ഒരു വ്യൂ വേണം. അവിടെയാണ് ആ വിൻഡോ തുറന്നു വരികയും പ്രാവ് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ ഇല്ലായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഇൻറ്റീരിയർ അതുപോലെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ നമുക്ക് ആവശ്യമാകുന്ന രീതിയിൽ ഇതിനെ ഒരുപാട് ആർട്ട് വർക്കും അതുപോലെ കോസ്റ്റ്യൂംസിനെ പറ്റിയും ഇപ്പോഴും ആൾക്കാർ പറയുന്നത് കണ്ടംപററി ആയിട്ടുള്ളൊരു ഫാഷനും സ്റ്റൈലൊക്കെ അതിനകത്തുണ്ട് എല്ലാവരുടെയും കോസ്റ്റ്യൂംസിന്. അപ്പോൾ അതും നമ്മളാരും അന്ന് ഇത് ചെയ്യുമ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷം
ഇങ്ങനെ ഒരു പബ്ലിക് ഒരു എന്താണ് ഒരു സ്ക്രീനിങ്ങിലേക്കോ ഒരു തിയേറ്ററിലേക്കോ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ. നമ്മൾ അന്നത്തെ കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അതിന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളെ ഏറ്റവും മോഡേണായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏറ്റവും അന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് ഇപ്പോഴും അത് റിലവൻ്റാണ്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം വളരെ ഇപ്പോഴും ഒരു എന്താണ് ഔട്ട് ഓഫ് സാധാരണ പലപ്പോഴും ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഴക്കം തോന്നുന്ന കോസ്റ്റ്യൂംസിലൊക്കെ ആയിരിക്കും അന്നത്തെ ഫാഷൻ. പക്ഷേ ഇതിനകത്ത് അതൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ ഒരു എന്താണ് വല്ലാത്തൊരു ഞാനെപ്പോഴും അതിനെപ്പറ്റി പറയുന്നത് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നാണ്. ഒരു ദൈവികമായ ഇടപെടൽ ഇതിനകത്ത് എപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കുന്ന വാർത്തകളോ ആസ്വദിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നത് വരെയും അതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെയും ഇങ്ങനെ ഒരു പരാജയപ്പെട്ട സിനിമ രണ്ടാമത് കാണണമെന്ന് ഒരു പുതിയ ജനറേഷൻ ആഗ്രഹിക്കുകയും അത് ഈ രീതിയിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് അവരുടെ മുന്നിലേക്ക് എത്തുകയും അത് ഇത്രയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സിനിമ അന്ന് അതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചിന് മോഹൻലാൽ പറഞ്ഞ പോലെ ഇതിനൊരു മാജിക് ഉണ്ട്. ആ മാജിക്ക് നമുക്ക് തിരിച്ചറിയാനുണ്ട്. ദർ ഈസ് സംതിങ് മിസ്റ്റീരിയസ് അബൌട്ട് ദിസ്. അതേപോലെ സാർ ഈ 7 Bells അത് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിദ്യാസാഗർ സാറുമായിട്ടൊരു അതെങ്ങനെ അതിൻ്റെ മ്യൂസിക്കൽ സൗണ്ട്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള വിദ്യാസാഗർ സാറുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു? അതോ അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് മ്യൂസിക് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഫങ്ഷനിങ് മ്യൂസിക്കലി എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്തത്? ഇതിൻ്റെ ആദ്യത്തെ റൈറ്റിങ്ങിൽ 82-83 നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. അത് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോഴുള്ള. അതിൻ്റെ ഒറിജിനൽ കഥയിൽ ഞാൻ പറഞ്ഞ പോലെ 7 വയസ്സുള്ളൊരു കുട്ടിയാണ് അന്നത്തെ പ്രോട്ടഗണിസ്റ്റ് ഉണ്ടായത്. പക്ഷേ ആ സമയത്തും ഈ 7 Bells ഉണ്ട്. 7 Bells എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് എന്ത് രൂപം എന്താണെന്നൊന്നും ഞങ്ങൾക്കും അന്ന് ക്ലാരിറ്റി ഉണ്ടായില്ല. അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചില്ല. അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് മാത്രമേ കണ്ടുള്ളൂ. അന്ന് മ്യൂസിക് ഡയറക്ടറായിട്ട് ആരെങ്കിലും മനസ്സിൽ കണ്ടു? ഇല്ല. അന്ന് അവിടേക്ക് എത്തിയില്ല. നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ചില കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാനും രഘുവുമായിട്ടൊക്കെ ചില ആൾക്കാരെ മനസ്സിൽ കണ്ടു എന്നല്ലാതെ അതിൻ്റെ ടെക്നിക്കൽ ഏരിയകൾ ആരൊക്കെ വേണമെന്നുള്ളതൊന്നും ഒന്നും തീരുമാനിക്കപ്പെട്ടില്ല. കാരണം അത് പ്രോജക്റ്റ് ഓണാകാതെ നമ്മൾ അതിന് ചിന്തിച്ചിട്ട് കാര്യമല്ലോ. അത് കഴിഞ്ഞ് ഇത് ഈ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് രണ്ടാമത്തെ റൈറ്റിങ്ങിൽ വന്നു. രണ്ടാമത്തെ റൈറ്റിങ്ങിൽ അതായത് ഇതിനു മുമ്പ് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ വരുന്നതിന് മുമ്പത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതൊരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട്. ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഹീറോയിനായിട്ട് അപ്രോച്ച് ചെയ്യാൻ വിചാരിച്ചു. മാധവനെ ആദ്യമേ പുതിയ ആൾക്കാരെന്നാണ് വിചാരിച്ചത്. മാധവനും വന്ന് പുതിയ ആൾ തന്നെയാണ്, സിനിമയിൽ വന്നിട്ടില്ല. മാധവനിലേക്ക് എത്തിയത് അയാളുടെ ഹിന്ദി സീരിയൽസ് കണ്ടിട്ടാണ്. ഒരുപാട് പേരെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പലരും ഇങ്ങനെ ഒരാളെ അവിടെയൊക്കെ പലരെയും നമ്മളിങ്ങനെ റാൻഡമായിട്ടൊക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരെ പറ്റി കേട്ടവരെ പറ്റി നമ്മളൊന്ന് അവരെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടതിലാണ് മാധവനാണെന്ന് നമുക്കൊരു അയാളുടെ അന്നത്തെ ഒരു രൂപവും കാര്യങ്ങളും ആ ഒരു പ്രായമൊക്കെ കൃത്യമായി തോന്നിയതുകൊണ്ടാണ് അയാളെ അപ്രോച്ച് ചെയ്തത്. ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തില്ല. നമ്മൾ വേറൊരു സോഴ്സിലൂടെ അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും അപ്പോഴാണ് അറിയുന്നത് ഹീസ് ഓൾറെഡി കമ്മിറ്റഡ് ടു മണിരത്നമായിട്ട് അലയിപ്പായത്. അതാണ് അയാളുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. അപ്പോൾ അതൊരു നീണ്ട പ്രോസസ്സായിരിക്കും എന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ആൾക്കാരെ വീണ്ടും കുറേ ഓഡീഷൻസൊക്കെ നടത്തി പുതിയ ആൾക്കാരെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും അന്ന് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒരാളെത്തിയില്ല. ആ ഒരു ഘട്ടത്തിലാണ് ലാൽ വരുന്നത്. അപ്പോൾ ലാൽ വരുമ്പോഴത്തേക്ക് ഒരു പുതിയ വീണ്ടും അതിന് മാറ്റം വന്നു. പക്ഷേ അപ്പോഴും 7 Bells അവിടെ തന്നെ ഉണ്ടായിരുന്നു. 7 Bellsനെ കുറിച്ച് ആ ഫസ്റ്റ് റൈറ്റിംഗ് ലാൽ വരുന്നതിന് മുമ്പത്തുള്ള വേർഷൻ്റെ റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യാസാഗറിനെ ഞാൻ വരുത്തി. അപ്പോഴത്തേക്കും വിദ്യാസാഗർ ഇതിനകത്തായി കഴിഞ്ഞു. അതെ, ഞാൻ പ്രളയവർണ്ണങ്ങളും ഉസ്താദും സമറിൻ ബദ്രേഹും ഒക്കെ ചെയ്തുകൊണ്ടും സിയാദും മറവത്തൂർക്കാനവും സമ്മർ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ 3 പേരും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി ആ സമയത്തേക്ക്. അപ്പം വിദ്യ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ ഉണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ വിദ്യ വന്നു. വിദ്യ 2 ദിവസം നമ്മളോട് ഇവിടെ താമസിച്ച് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻപുട്സൊക്കെ നമ്മൾ അതിനകത്ത് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു. 7 Bellsനെ പറ്റി അപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻസ്ട്രുമെൻറ്റും കൂടെ കണ്ടപ്പോഴാണ് വിദ്യയ്ക്കും ഇതിനെങ്ങനെയാണ് ഈ ഒരു ടോൺ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് ബെല്ലിൻ്റെ ടോൺ. ബെല്ലിൻ്റെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ബ്രാസ് മെറ്റീരിയലാണത്. അതിന് ഒരിക്കലും ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു അത്തരത്തിലൊരു ടോൺ അതിന് ക്രിയേറ്റ് ചെയ്യാൻ അത് ഉപയോഗിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു പുതിയ ടോൺ കണ്ടെത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ വിദ്യയുടെ റിസർച്ചിൽ നിന്നാണ് ഈ ബെല്ലിന് കിട്ടുന്നൊരു ടോൺ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു.
അത് പക്ഷേ പിന്നെ എന്താണ് അതൊരു നന്നായിട്ട് വർക്കൗട്ടായി അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ മേൽ നടത്തിയ അങ്ങനത്തെ ഒരു ടോൺ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് വിദ്യ തന്നെയാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ കാണുമ്പോഴും എല്ലാവരും കാത്തിരിക്കുന്ന ആദ്യം ലാൽ സാറിൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന സീൻ ഷോട്ട് തൊട്ടാണ് കയ്യടികൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. എന്തൊരു മഹാനുഭാവം, എല്ലാവരും ഇപ്പോഴും കേട്ടാൽ രോമാഞ്ചം വരുന്ന ഒരു കോമ്പസിഷനാണ്. ആ ഒരു കീർത്തനം തന്നെ വേണം, അല്ലെങ്കിൽ ആ ഒരു കീർത്തനമാണ് നമ്മൾ സിംഫണിയായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ആ ഡിസിഷനിലേക്ക് എത്തിയത്? ഈ എന്തൊരു മഹാനുഭാവലു വരുന്നത് ലാലു വന്ന ശേഷമാണ്. അതിനുമുമ്പ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതിൻ്റെ ഞാൻ ഈ 3 സ്റ്റേജസിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ 7 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ അതിൻ്റെ ഒരു മീഡിയമായി നിന്ന് ഈ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഫിയറായിരുന്നു. അവൻ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കുള്ള കുട്ടിയാണ്. അവൻ്റെ ഡ്രീംസിൽ ഇങ്ങനെ ഒരു കുതിരവണ്ടി അവനെ ഇടിക്കാൻ വരുന്ന ഒരു വരികയും അവൻ ഞെട്ടിയാണ് നേക്കുകയും അത് റിപ്പീറ്റഡായിട്ട് അവന് ഈ ഡ്രീംസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രിയിലാണ് അവൻ ഈ ഉണരുമ്പോഴാണ് ഈ മ്യൂസിക് കേൾക്കുന്നത്. ആ മ്യൂസിക്കിൻ്റെ സോഴ്സ് തേടി രാത്രിയിൽ അവൻ പോകുമ്പം ഈ ചാപ്പലിലെത്തുകയും ആ ചാപ്പലിൽ ഇരിക്കുന്ന ബെല്ല് പ്ലേ ചെയ്യുന്ന അവൻ കാണുന്നുണ്ട്. ഇപ്പോൾ ലാല് ചെയ്ത പോലെ തന്നെ. പക്ഷെ അവിടെ ഈ അലീനയുടെ ക്യാരക്ടർ എല്ലാ ദിവസവും ഈ സ്കൂൾ ചാപ്പലിൽ വരുന്നൊരു ലേഡിയാണ് അവർ. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരു ലേഡി തന്നെയാണ്. അപ്പോൾ അവരെ ഈ പയ്യൻ കാണുന്നുണ്ട്. ഈ ബെല്ലിൻ്റെ അടുത്ത് അവരെപ്പോഴും ഇരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ബെല്ല് അവരൊരു ഫിയർ ഫാക്ടറാണ്. ഈ സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവൻ ഈ ബെല്ലും ഈ സ്ത്രീയായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ സ്ത്രീയിലേക്ക് ഇവനിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഈ മഹേശ്വരൻ്റെ സ്പിരിറ്റ് ശ്രമിക്കുന്നുണ്ടത്. അവൻ ഭയത്തിലൂടെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി ആയിട്ടാണ്. 2 സുഹൃത്തുക്കൾ, 2 തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഈ പയ്യനും പെൺകുട്ടിയും. ഇപ്പോഴത്തെ ശരത്തിൻ്റെയും മറ്റേ വിജയലക്ഷ്മിയുടെയും ക്യാരക്ടേഴ്സ് അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഒരുമിച്ചൊരു പ്ലേ ചെയ്യുന്നു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അവരിലേക്ക് ഈ സ്പിരിറ്റ് പ്രണയത്തെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരിലേക്ക് അവർക്ക് പരസ്പരം തോന്നിപ്പിക്കുക, അയാൾ എന്നെ ഇഷ്ടം. അതിനുള്ള ചില എലമെൻറ്റ്സ്, ചില സീക്വൻസസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. ഇയാളുടെ റൂമിൻ്റെ വാതിൽക്കൽ ആരോ തട്ടി ഇയാൾ തുറക്കുമ്പോൾ അവിടെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ അപ്പുറത്തോടെ ഇവള് പോകുന്നുണ്ട്, അവൾ വേവ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഇവള് വെച്ചിട്ട് പോയാൽ അയാൾ തിരിക്കും. അങ്ങനെയുള്ള 2 പേരിലും അവരറിയാതെ ഒരു പ്രണയം ജനിപ്പിച്ചിട്ട് പ്രണയിച്ചവരിലൂടെ ഇയാളുടെ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആദ്യത്തിൽ ഫിയർ ആണെങ്കിൽ രണ്ടാമത്തേതിൽ പ്രണയത്തെ ലവിനെയാണ് യൂസ് ചെയ്യുന്നത്. ലാൽ വന്നതോടുകൂടി അതെല്ലാം മാറിച്ചിട്ട് മ്യൂസിക്കായി മാറി. കാരണം ഇയാളൊരു മ്യൂസിഷ്യനാണ്. ഇപ്പോൾ ഒരു വേൾഡ് വൈഡ് അറിയപ്പെടുന്നൊരു മ്യൂസിഷ്യനാണെന്നുള്ളൊരു സ്റ്റേച്ചറിലേക്ക് അയാളെ വെച്ചിട്ട് ആ മ്യൂസിക്, പണ്ട് ഈ മ്യൂസിക് ഇയാൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിക് ഇയാൾ പ്ലേ ചെയ്തതിൻ്റെ പേരിലാണ് ഇയാളുടെ ഫ്യൂച്ചറൊക്കെ മാറി. ഇയാളെ സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ പുറത്താകുന്നു. അപ്പം 3 സ്റ്റേജിലാണ്. ഒന്നിൽ ഫിയർ ഫാക്ടറായിരുന്നു, രണ്ടാമത്തെ ഒരു ലവ് ഫാക്ടറായിരുന്നു, മൂന്നാമത്തെ മ്യൂസിക്കായി മാറി. അപ്പോൾ ആ ഒരു വേർഷനാണ് ലാൽ വന്നതോടുകൂടിയാണ് ഈ എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് ഇയാളുടെ ആദ്യം തന്നെ ഇയാൾ ആരാണെന്ന് ഓഡിയൻസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നൊരു മ്യൂസിഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിംഫണി ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഏത് സിംഫണി വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് രഘു ആദ്യം പറഞ്ഞിരുന്നൊരു കീർത്തനമുണ്ട്, ക്ഷീരസാഗര എന്ന് പറയുന്നത്. അത് പക്ഷേ വിദ്യ പറഞ്ഞതിനേക്കാളും എന്തൊരു മഹാനുഭാവലു തന്നെയാണ് വിദ്യയുടെ സജഷൻ വന്നു. അതിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. ബാക്കി പാട്ടുകളൊക്കെ അന്നും ഇന്നും ആദ്യത്തെ തോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പാട്ടുകളാണ്. ഓക്കെ. ഇപ്പോൾ ഇതിലെ ലാൽ സാറിൻ്റെ അപ്പിയറൻസ്, ഇപ്പോൾ എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഇത്രയും മെലിഞ്ഞ് അദ്ദേഹത്തിന് വേറൊരു സിനിമയിൽ, അല്ലെ ആ ഒരു പീരീഡിലല്ലാണ്ട് വേറെ സിനിമകളിൽ അതിന് ശേഷവും കണ്ടിട്ടില്ല. അത് ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മെലിയുകയും ഈ ഒരു രൂപത്തിലേക്ക് ആയതുമാണോ, അതോ അങ്ങനെ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹത്തെ കിട്ടിയതാണോ, എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇല്ല, അദ്ദേഹം അതിനു മുമ്പ് ഒരു വിദേശയാത്രയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, എന്തോ സ്റ്റേജ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നു പറയും, ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്യണം അദ്ദേഹം. അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹം അതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ യാത്ര പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് താടി വെച്ചോളൂ, നമുക്ക് ആദ്യം താടി ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആദ്യത്തെ പോർഷൻസ് മ്യൂസിക്കൽ പോർഷൻസ് അല്ല ആദ്യം എടുത്ത താടിയുള്ള പോർഷൻ ആദ്യം എടുത്തിട്ടാണ് ബാക്കി. അപ്പം അതിനുവേണ്ടി താടി വളർത്തുന്നുണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനുള്ള ഡയറ്റൊക്കെ ചെയ്തു. പിന്നെ ലൊക്കേഷനിൽ വരുമ്പോഴും അദ്ദേഹം ഒരു പാൽക്കഞ്ഞി മാത്രമേ കുടിച്ചുകൊണ്ടിരുന്നത്.
അതൊരു നമുക്കൊക്കെ കിട്ടും ആ ശിക്ഷ. നല്ലതാണ് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും കൊണ്ട് തരും പാൽക്കഞ്ഞി. പക്ഷേ പുള്ളി അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അത് കീപ്പ് ചെയ്ത് പാൽക്കഞ്ഞി കഴിച്ച് തന്നെയാണ് ആ ഷൂട്ടിംഗ് സമയത്തൊക്കെ നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ശരീരത്തിലും വന്നു. നമ്മളാദ്യം ഈ കോൺസേർട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മറ്റ് ഔട്ട്ഡോർ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ ഊട്ടിയിൽ ചെന്ന് ആദ്യമൊക്കെ ഇവിടെ എറണാകുളത്തും മറ്റേ ആലപ്പുഴ അവിടെയൊക്കെ ഫോർട്ട് കൊച്ചി, ആലപ്പുഴ ബീച്ചും ഫോർട്ട് കൊച്ചി ഒരു ഹോട്ടലിൻ്റെ ബ്രണ്ടൻ കോട്ടയാർ എന്ന് പറയുന്ന ഹോട്ടൽ, അവിടെയൊക്കെ ആയിട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഊട്ടിയിൽ ചെന്നിട്ട് പിന്നെ ഊട്ടിയിലുള്ള ഔട്ട്ഡോഴ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സിമെട്രിയും ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഫൈനലി കൊണ്ടുവന്ന് വെരി എൻഡ് ഷോട്ടിൽ ഇത് കൊണ്ട് അവിടെ ഈ ട്രോഫിയോടെ കൊണ്ട് വെക്കുന്നിടം വരെയുള്ളത് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് താടി മാറ്റിയിട്ടുള്ള സീക്വൻസ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു അത്രയും സമയമായി ഷൂട്ടിന് മുമ്പ് അത്ര 2 മാസത്തെ ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ രൂപമാറ്റത്തിന് സാഹചര്യം ഉണ്ടായി വന്നു. ഇപ്പോൾ സാർ അദ്ദേഹത്തിൻ്റെ പല ഫാഷൻസ് നമുക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മ്യൂസിക് കണ്ടക്ടറായിട്ടും അതിനുശേഷം ഇപ്പോൾ ഒരു ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആ സ്റ്റേജ് പ്ലേ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറായിട്ടും ആ പൂവേ പൂവേ പാല പൂവേൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ താളത്തിൽ കോറിയോഗ്രാഫി ചെയ്യുന്നതിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ഇത് നമ്മളധികം കണ്ടിട്ടില്ല പുള്ളിയുടെ സൈഡിൽ. ഡാൻസറായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു കോറിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര രസമായിട്ട് ആ പാട്ടിൽ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു സാറിൻ്റെ അദ്ദേഹത്തിനോടുള്ള ബ്രീഫിംഗ് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഇല്ല, അദ്ദേഹത്തിനടുത്ത് ശരിക്കും അദ്ദേഹത്തിനടുത്ത് ഈ കഥ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യം ഈ പ്രൊഡ്യൂസർ വളരെ യാദൃശ്യമായിട്ടുള്ള അവരുടെ ഒരു മീറ്റിങ്ങിൽ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പം പ്രൊഡ്യൂസറെ വിളിപ്പിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ കേട്ടു. അങ്ങനെ ഒരു ബ്രീഫിങ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അത് പ്രൊഡ്യൂസർക്ക് അറിയാവുന്ന കഥ അദ്ദേഹം പറഞ്ഞാണ്. പക്ഷെ പിന്നെ അദ്ദേഹം അത് മാറ്റം വന്ന ശേഷമുള്ളത് അങ്ങനെ ഒരു ഡീറ്റെയിൽഡായിട്ട് ഇരുന്ന് കഥ പറയേണ്ടത്. പിന്നെ അദ്ദേഹം അതിന് കൂടുതലങ്ങ് സഞ്ചരിച്ച് തുടങ്ങിയായിരുന്നു. ബേസിക് സ്റ്റോറി അറിയാം. പലപ്പോഴും അങ്ങനെ ലാലുവായിട്ട് എനിക്കൊരു വലിയ ബ്രീഫിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ വളരെ പൂർണ്ണമായിട്ടൊരു കഥ ലാലിൻ്റെ അടുത്ത് പറയുന്നത് കിരീടം മാത്രമാണ്. കിരീടത്തിൻ്റെ പൂർണ്ണമായിട്ട് സ്റ്റോറി ലോഹി സ്ക്രിപ്റ്റല്ല, അതിൻ്റെ ഒരു കഥ ഒരു മണിക്കൂർ കൊണ്ട് പറയുന്നൊരു കഥ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി സിനിമകൾക്കൊന്നും അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള സ്ക്രിപ്റ്റ് റീഡിങ് സെഷനോ ഒന്നുമില്ല. അത് പിന്നെ കുറേ കഴിയുമ്പം നമ്മളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വന്ന് ചേരുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. സാർ ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റി പറഞ്ഞല്ലോ, 3 ഘട്ടമായിട്ടാണ് ചെയ്തതെന്ന്. ഇത് എല്ലാ ഘട്ടത്തിലും രഘുനാഥ് സാർ കൂടെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ വരുമ്പോൾ ഇതിലെ ഡയലോഗ്സ് ഇപ്പം എത്ര ഭംഗിയായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും തിയേറ്ററിൽ കയ്യടിയാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചറിങ്ങും? ആദ്യം മുതലേ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡയലോഗ്സും കഥ പറച്ചിലും ആണോ ഉദ്ദേശിക്കുന്നത്, അതോ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് മാറിയതാണോ ഓരോ കാലഘട്ടം അനുസരിച്ച്? ഓരോ ഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മളുടെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടിയായിരുന്നു വേറെ രീതിയിലായിരുന്നു. അതിനകത്ത് പ്രണയത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ. അടുത്ത സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് ഈ പ്രണയത്തിൻ്റെ അന്നും ഈ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്ന ഈ പയ്യനും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കും ഒന്നും ഇവരോട് ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ളൊരു ലെവലിലല്ല. അവരെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ്. അപ്പോൾ അവരോട് പറയുന്നതിന് അവരും പരിമിതികളുണ്ട്. ഇയാൾക്കാണ് കുറച്ചും കൂടെ അവരോടത്ത് ഈ ഒരു ഈക്വൽ ടേംസിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരുന്നു. പിന്നെ രഘുനാഥ് പലേരിയുടെ ഡയലോഗ്സിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ചില അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് വളരെ രസകരമാണ്. അത് പണ്ട് എല്ലാ സിനിമകളിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ അന്ന് 2000 എഴുതിയ അതേ ഡയലോഗ്സ് ഇപ്പോൾ കേൾക്കുമ്പോൾ അതിന് വേറെ രീതിയിൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പൊയറ്റിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കേൾക്കുന്നവരുടെയും കൂടെ ഒരു എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആരോട് ആരിലേക്ക് ഈ സംസാരങ്ങൾ എത്തുന്നു എന്നുള്ളതൊക്കെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് അതിനെ വിലയിരുത്തുന്ന കാര്യത്തിൽ. ഇതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സിനിമാ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുകയും വളരെ മിനിമലായിട്ടുള്ള ഡയലോഗ്സ് പറയും. ഇതിൽ ഹൈറ്റൻഡ് ആയിട്ടുള്ള കുറേ ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ട്. സിനിമയ്ക്ക് അകത്ത് തന്നെ ഒരു ഡ്രാമയുണ്ട്. അതല്ലാണ്ട് തന്നെ ഇപ്പോൾ മോഹൻലാലും ജയപ്രദയും തമ്മിലുള്ള സീനുകളും അല്ലെങ്കിൽ മുരളിച്ചേട്ടനായിട്ടുള്ള സീനുകളും ഒക്കെ വളരെ ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അത് ഈ കാലത്തും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അത് ഈ കാലത്ത് ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട്? കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന സിനിമകൾ
ഈ നമ്മളീ പറയും സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമകളിൽ അത്തരം ഇമോഷൻസ് അധികം അവിടെ എന്താണ് സംഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ ജീവിതവുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അവർക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അവരുടെ സിനിമയായിട്ടും വരുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലൊരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു എന്താണ് ഇമോഷണൽ കണ്ടൻറ്റ് അവർക്ക് സ്വീകാര്യമാണെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്യുകയാണ്. കാരണം നമ്മളൊക്കെ പണ്ട് ചെയ്തു വെച്ച സിനിമകൾ അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കാണുമ്പോൾ അത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. പ്രത്യേകിച്ച് സതയം പോലെയൊക്കെ അന്നത്തെ കാലത്ത് തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതെ പോയ എന്താണ് ഒരു അതിവൈകാരികമായ ഇമോഷൻസും ഒക്കെയുള്ള സിനിമകൾ ആൾക്കാർ ഇപ്പോൾ അതിനെപ്പറ്റി വലിയ രീതിയിൽ അന്ന് തിയേറ്ററിൽ ഇതേപോലെ തന്നെ സ്വീകരിക്കപ്പെടാതെ പോയതാണ്. അതിനും കാരണമായത് ആ സ്റ്റാർഡമാണ്. അപ്പോൾ ഇപ്പോൾ അത് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയൊക്കെയോ ഇത്തരം കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാനൊരു പക്ഷേ ഇവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. അറിയാത്തതെന്ന് വെച്ചാൽ ആ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകാത്തത് കൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതാവാം. അവർ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ലേ അവർക്ക് കഥ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബേസിക്കായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടുകൾ എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും എത്ര സൂപ്പർലേറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാലും വളരെ മാറി നിൽക്കാൻ, ഇമോഷൻസിനോടൊക്കെ മാറി നിന്ന് ഞാൻ അങ്ങനെയാണ്, എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊക്കെ പറയുന്നവർക്ക് പോലും അവരുടെ ഉള്ളിൽ അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സിനിമയുടെ എന്താണ് ഈ റൊമാൻറ്റിക്കായാലും ഇമോഷണലായിട്ടുള്ള കണ്ടൻറ്റുകളെ അവർ സ്വീകരിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ ആ എലമെൻ്റ് എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും എനിക്ക് ഞാൻ ആ ഭരതത്തിൽ രാമകഥാഗാനലയം എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്യുന്നതിനകത്ത് ഒരു വിൻഡോയിൽ കൂടി ഒരു ഷോട്ടുണ്ട്, വലിയൊരു ക്ലോസിൽ. അതിനകത്ത് ആ കണ്ണ് വളരെ പ്രകടമായിരുന്നു. ആദ്യകാലത്ത് ഫസ്റ്റ് ഷോ 82 എൻ്റെ മനസ്സിൽ അത് നസറുദ്ദീൻ ഷാ ആയിരുന്നു. ഓക്കെ, മഹേശ്വരായിട്ട് ഫസ്റ്റ് റൈറ്റിംഗ് സമയത്ത് രേഖയായിരുന്നു, ഹിന്ദി ആക്ട്രസ് രേഖയായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും അവർ കഥ കേൾക്കാമെന്ന് പറയുകയും ഞാൻ ബോംബെയിൽ പോയി അവരോട് കഥ പറയുകയും ചെയ്തെങ്കിലും അങ്ങനത്തെ ഒരു മറ്റു ഭാഷയിലേക്ക് ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് പ്രൂവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാനന്ന് തെറ്റിപ്പോയിട്ടില്ല, എനിക്കോ രഘുവിനോ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വർക്കല്ല അവരുടെ മുമ്പിലോട്ട് വെച്ചത്. അപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, ഭയങ്കര ഡിപ്രസിംഗ് ആയി. ഇനി എന്ത് ചെയ്താലാണ് ഈ ഒരു ഓഡിയൻസിന് എനിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അന്നും തിയേറ്റർ സ്വീകരിക്കപ്പെടാതെ പോയത് 2 സിനിമകളാണ് പ്രധാനമായിട്ടും. ഒന്ന് ദശരഥമാണ്, ഒന്ന് സതയമാണ്. അത് എത്രമാത്രം സാധ്യമാണെന്ന് ഇപ്പോൾ ജോൺസനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഇല്ലല്ലോ.